ഭാഷ ആ പാട്ട് പരിപാടിയൊക്കെ കൂടെ നിർത്തിക്കേ. ഇങ്ങോട്ട് വന്നേ. എന്താ നാടകം തുടങ്ങാൻ താമസിക്കുന്ന കാര്യം എന്നാ? ഞങ്ങൾക്ക് ഫുഡ് എത്തിയിട്ടില്ല. എടോ നിങ്ങൾക്കുള്ള ഫുഡല്ലേ അമ്പലത്തിന്റെ സൈഡിലോട്ട് അങ്ങോട്ട് വിളമ്പിക്കൊണ്ടിരിക്കുന്നത്? മനസ്സിലായില്ല. SS കൊടുക്കുന്നില്ലേ അവിടെ? എസൻസോ? എസൻസ് അല്ലടോ, SS സമൂഹ സദ്യ. കൊള്ളാം. നേരത്തെ മിമിക്രി അവതരിപ്പിച്ച ചെക്കന്മാർക്ക് ചിക്കനും പൊറോട്ടയും, ഞങ്ങൾ നാടകക്കാർക്ക് അന്നും ഇന്നും സമൂഹ സദ്യ മാത്രം. അത് കൊള്ളാം. പട്ടിണി കിടന്നാലല്ല, നിന്റെയൊക്കെ ബേസിന് യാതൊരു കുറവുമില്ലല്ലോ. ആട്ടെ, നിനക്കിപ്പോ എന്നാ വേണ്ടത്? സോഡ. കള്ളുകൂടിയും കാര്യങ്ങളും ഒക്കെ പരിപാടി കഴിഞ്ഞേച്ച്. എന്നാ പിന്നെ ഞങ്ങൾക്കുള്ള തോർത്തും സോപ്പും എണ്ണയും. പുളിയും ചേപ്പോ ഒന്നും ഇല്ലാതാണോ പുണ്യമായി ഈ ഛേദയിലോട്ട് വലിഞ്ഞു കയറി നാടകം കളിക്കാൻ വേണ്ടി നിൽക്കുന്നത്? ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല, ഞാനൊന്നും ചോദിച്ചിട്ടുമില്ല. ഞങ്ങൾ നാടകം ആരംഭിക്കട്ടെ. നിങ്ങൾ നാടകം ആരംഭിക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം അങ്ങോട്ട് പറയുക. 10 വർഷത്തിന് ശേഷമാണ് ഈ അമ്പലത്തിൽ ഒരു പരിപാടി നടത്തുന്നത്. ഇവിടുത്തെ കമ്മിറ്റിക്കാരെന്ന് പറഞ്ഞ നല്ല ഇടിയം കമ്മിറ്റിക്കാരാ. പരിപാടി എങ്ങാനും പൊളിഞ്ഞ നിന്റെയൊക്കെ കൈ കർപ്പൂരം കത്തിക്കും, ചുണ്ടേക്കൂടെ ശൂലം ഇറക്കി വിടും. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയുക, പടിഞ്ഞാറോട്ട് മാത്രം നിങ്ങൾ ഓടരുത്. അതെന്താ? അവിടെ അറബിക്കടല, നിങ്ങൾ മുങ്ങിച്ചാകും. അപ്പൊ പറഞ്ഞല്ല, ഓർമ്മയുണ്ടല്ലോ? പടിഞ്ഞാറ് അറബിക്കടല്. ഇവിടുത്തെ കമ്മിറ്റിക്കാര് നല്ല ഇടിയം കമ്മിറ്റിക്കാര്. വരണ്ടായിരുന്നു, വന്നു പെട്ടും പോയി. ഭക്ഷണം വന്നേ, ഭക്ഷണം വന്നേ, ഭക്ഷണം വന്നേ. രാജേട്ടാ, ഫുഡ് വന്നെന്ന് പറഞ്ഞിട്ട് ഫുഡ് എത്തിയേ? ഫുഡ് വന്നു എന്ന് പറഞ്ഞാലേ നിങ്ങൾ എല്ലാവരും ഒരുമിച്ചൊന്ന് കാണാൻ പറ്റൂ, അതുകൊണ്ട് പറഞ്ഞതാ. പിന്നെ നിങ്ങൾ എല്ലാവരോടും കൂടി ഒരു കാര്യം പറയാൻ പോവാ. എന്നത്തെ കമ്മിറ്റിക്കാരൻ പോലുള്ള കമ്മിറ്റിക്കാരല്ല ഇന്നത്തെ കമ്മിറ്റിക്കാര്, നല്ല ഇടിയം കമ്മിറ്റിക്കാര്. പിന്നെ നിങ്ങളൊരു പ്രത്യേകം കാര്യം പറയാനുള്ളത്, നമ്മളെ പരിപാടി എങ്ങാനും പൊളിഞ്ഞു കഴിഞ്ഞാൽ ആരും പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഓടരുത്. എടാ, അവിടെ അറബിക്കടല, ഉപ്പ് വെള്ളം കുടിച്ച് മരിക്കേണ്ടി വരും. അപ്പൊ മനസ്സിലായല്ലോ? പടിഞ്ഞാറ് അറബിക്കടല്, കിഴക്ക് നല്ല ഇടിയൻ കമ്മിറ്റിക്കാര്. അപ്പൊ നമുക്ക് നാടകം ആരംഭിക്കാം. പാൻ കേക്ക് ആണോ ക്രീം കേക്ക് ആണോ എനിക്ക് അറിയില്ല. അവിടെ കണ്ട എന്തോ ഒരു സാധനം ഞാൻ എടുത്ത് അങ്ങ് കഴിച്ച്. ഇനി കഴിക്കാൻ വെച്ചതന്നെ കുഞ്ഞുമോളോ, വിശന്നപ്പോ എന്നോട് അറിയാണ്ട് അങ്ങ് കഴിച്ചു പോയി. ഇതിന്റെ പേരിൽ സ്റ്റേജ് മേലെ ഒരു കച്ചറ ഉണ്ടായിരുന്നു കേട്ടോ. പ്രിയരെ, ഈ നാടകം നന്ദനം എന്ന സൂപ്പർ ഹിറ്റ് സിനിമയുമായി എന്തെങ്കിലും സാമ്യമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വെറും തെറ്റിദ്ധാരണ മാത്രം. നാടകം ആരംഭിക്കുന്നു. മക്കളെ പെറ്റ തലമാർ പറയുന്നു, നിനക്കൊക്കെ പോയി ചത്തൂടെ. അടുത്തോനെ, നിങ്ങൾ ഞമ്മളെ കാത്തോളി. ആനയിറങ്ങും മാമലയിൽ ആരാരും കേറാപ്പുമലയിൽ, ആനയിറങ്ങും മാമലയിൽ ആരാരും കേറാപ്പുമലയിൽ. ലാമ്പ് ലാമ്പ് സിഗരറ്റ് ലാമ്പ് കോപ്പ് കത്തൊന്നും ഇല്ലല്ലോ ലാമ്പ്. എന്റെ കാവിലമ്മേ, ഈ കാലമാടത്തെ കാത്തോണേ. കാലേ വാരി നിലത്തടിക്കണേ. വഴി കാണുന്ന എല്ലാ വയ്യാവലികളും എന്റെ തലയെ വന്ന് കേറണേ. കാണുന്ന ആൾക്കാരെല്ലാം എന്നെ കണ്ട് കർത്തിച്ചു തുപ്പണേ. ഒരു വെള്ളിടി വെട്ടി ഞാനങ്ങ് നിക്കണ നിപ്പി തീരണേ. ഞാനൊരു തമാശ പറഞ്ഞപ്പോ സീരിയസ് ആയോ? എന്റെ ദൈവമേ, ഈ തറവാട്ടില് ബാലാമണി എന്തെല്ലാം ജോലികളാ ചെയ്യണ്ടേ. ഷോ, ഒരു ഊട്ടം മറന്നു. അത്താഴ പ്രശ്നക്കാരുണ്ടോ? അത്താഴ പ്രശ്നക്കാരുണ്ടോ? ഉണ്ടെങ്കി പിന്നെ എന്തിനാ നിക്കണേ? പൊയ്ക്കൂടെ? നാശങ്ങള് വെറുതെ വിളിയേക്കാൻ നിക്കോ? പണ്ടൊക്കെ എന്ത് നല്ല തറവാടായിരുന്നു. 4 കെട്ടും 8 കെട്ടും അംഗം വെട്ടും. ഇപ്പൊ തറവാട് ക്ഷയിച്ച് കപക്കെട്ട് നീർക്കെട്ട് മാത്രമായി ബാക്കി. ഇത് ബാലാമണി, അമ്പലപ്പാട്ട് തറവാട്ടിലെ വേലക്കാരി. ഓർമ്മയില്ലേ നിങ്ങൾക്ക് ഈ ബാലാമണി? എന്തിനാ മുതലാളി ഇങ്ങനെ തൊണ്ടക്കേറി വിളിക്കുന്നത്? നിങ്ങൾക്കല്പം എന്റെ കർണപടം പൊട്ടിപ്പോയല്ലോ. ബാലാമണി, എനിക്ക് വല്ലാത്ത ദാഹം. കുടിക്കാൻ കുറച്ച് കഞ്ഞിവെള്ളം എടുക്ക. കഞ്ഞിവെള്ളം? 10 ദിവസം ഇവിടെ കഞ്ഞി വെച്ചിട്ട്. അപ്പുറത്തെ വീട്ടിൽ പോയി മുണ്ടി മുക്കാനാന്ന് പറഞ്ഞിട്ട് കഞ്ഞിവെള്ളം മേടിച്ചോണ്ട് വാ. ആ പേരും പറഞ്ഞ കഴിഞ്ഞ 7 പ്രാവശ്യം പോയി ഞാൻ കഞ്ഞിവെള്ളം വാങ്ങി കുടിച്ചത്. ഈശ്വര, അപ്പ ആ പ്രതീക്ഷയും പോയി.
ഇന്ന് ആ രാഘവന്റെ മോടെ കല്യാണമല്ലേ? അതിന് വിളിച്ചില്ലല്ലോ. ആര് പറഞ്ഞു? ഇന്നലെ കല്യാണക്കുറിയുമായി വരുന്നത് ഞാൻ കണ്ടതല്ലേ. നിങ്ങൾ ആ പരിസരത്തെങ്ങും കണ്ടുപോരുതെന്ന് പറയാനാ വന്നത്. വിളിച്ചില്ലേലും പോകണം, അതാ നമ്മുടെ ഒരു മര്യാദ. എങ്കിൽ ഞാൻ പോയി ഒരില ചോറിണ്ടിട്ട് വരാം. വിളിക്കാത്ത കല്യാണത്തിന് പോകുന്നല്ലേ? നിൽക്കടി അവിടെ. എന്താ? ഈ കലന്നറെ ചോറുമായേ ഈ പടി കയറാവൂ. ഈ സന്ധ്യാസമയത്ത് നിന്ന് ദാരിദ്ര്യം പറയാതെ മുതലാളി. ദേ ഉണ്ണിയമ്മ നാമജപത്തിനായി വരുന്ന സമയമായി. പറഞ്ഞു തീർന്നില്ല. ദേ ഉണ്ണിയമ്മ വരുന്നു. ബലാമണി, നീ ആണിൽ തൂക്കിയിട്ടിരിക്കുന്ന പോസ്റ്റ് ഓഫീസിങ് എടുക്ക്, എനിക്ക് കൊട വരെ ഒന്ന് പോകണം. അല്ല, ആ കൊട ഇങ്ങെടുക്ക്, എനിക്ക് പോസ്റ്റ് ഓഫീസ് വരെ ഒന്ന് പോകണം. ബാലാമണിയെ കാലിപ്പറട്ടുള്ള കുഴമ്പ് കണ്ടോ നീ? എന്തു പറ്റി ഉണ്ണിയമ്മയുടെ കാലിന്? എന്തോന്ന് കൊണ്ടതാ. അപ്പൊ മറ്റേ കാലിലോ? കൊണ്ടത് എന്തെന്നറിയാൻ ഒന്നും കൂടി ചവിട്ടി നോക്കിയതാ. ബാലാമണി, നാളെ അമേരിക്ക കക്കാവിൽ നിന്നും എന്റെ മകൻ മനു വരുന്ന ദിവസമാ. രാവിലത്തേക്കുള്ള കടല നനച്ചോ നീ? കടലൊക്കെ നനയ്ക്കുമോ? കടലല്ല, കടല. നമ്മൾ പൊട്ടിന്റെ കൂടെ കഴിക്കുന്ന ആട്ടുംകാട്ടം പോലുള്ള കറുത്ത സാധനം. നേരം വെളുത്തപ്പോ തുടങ്ങിയതാ അമ്പലപ്പാട്ട് തറവാട്ടിലെ ഈ ജോലി. മേലാസായാലും പൊടിയും ചെളിയുമായി. ഇനി തറവാട്ട് കുളത്തിൽ പോയി ഒന്ന് വിസ്തരിച്ച് കുളിക്കണം. നിക്ക്, എങ്കിൽ ഞാനും വരുന്നു. നിൽക്ക്, നിങ്ങൾ എങ്ങോട്ട് പോന്നു? എനിക്ക് തറവാട്ട് കുളത്തിൽ പോയി വിസ്തരിച്ചൊന്ന് ചൂണ്ടയിടണം. എനിക്ക് നിങ്ങളോടൊരു കൂട്ടം പറയാനുണ്ട്. കുളിമുറി സ്ഥാപിച്ചിരിക്കുന്ന നമ്മുടെ കറണ്ടിന്റെ മീറ്റർ ബോർഡ് അവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കണം. അതെന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? ഞാൻ കുളിച്ചുകൊണ്ട് നിന്നപ്പോ ഇലക്ട്രിസിറ്റി ഓഫീസിൽ നിന്നും ഒരു ചെറുക്കൻ വന്നിരുന്നു മീറ്റർ റീഡിംഗ് എഴുതിയെടുക്കാൻ. എന്നിട്ട് അവൻ മീറ്റർ റീഡിംഗ് എഴുതിയെടുത്തോ? റീഡിംഗ് എഴുതിയെടുത്തു. കുളിച്ചു തീർന്നപ്പോ അവ എന്നോട് വന്ന് പറയുക, ഇത്രയും വലിയ റീഡിംഗ് ഈ പഞ്ചായത്തിൽ അവൻ കണ്ടിട്ടേ ഇല്ലെന്ന്. പീതാംബരേട്ടാ, ഇന്നലെ ഞാൻ ചേട്ടന്റെ വീട്ടിൽ പോയിരുന്നു. എന്നിട്ട് നിങ്ങളുടെ അച്ഛന്റെ ഇരിപ്പ് കണ്ടപ്പോ ഞാൻ സകല ദൈവത്തെ വിളിച്ച് ഉറക്കെ പ്രാർത്ഥിച്ചു, ഒരച്ഛനും ഈ ഗതി വരുത്തരുതേ എന്ന്. അത്രക്കിഷ്ടമാണോ നിനക്കെന്റെ അച്ഛനെ? അതുകൊണ്ടൊന്നുമല്ല, നിങ്ങളുടെ അച്ഛന്റെ അടുത്ത് പറയണം വീടിന്റെ തിരുമുറ്റത്ത് ഇങ്ങനെ ഒറ്റമുണ്ട് കൊടുത്തോണ്ട് ഇരിക്കരുതെന്ന്. പെണ്ണുങ്ങൾക്ക് അതുവഴി നടന്നു പോണ്ടേ. ഇന്ന് തൃക്കാർത്തികയാണ്. എന്ത്? ഈ മതിന്റെ മുകളിലൊക്കെ വിളക്ക് കത്തിച്ചു വെക്കുന്ന ദിവസം. ഏതായാലും മനു ഇപ്പെങ്ങെത്തും. സമയമേറെയായി, വല്ലാതെ വിശക്കുന്നു. അയില് വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്, കൊടമ്പുളി ഇട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുമുണ്ട്. മണിപ്പുഴ ഷാപ്പില്. നിങ്ങൾ കൈ കഴുകിട്ട് വാ, നമുക്ക് അകത്ത് പോയി ഒരുമിച്ച് പട്ടിണി കിടക്കാം. ദൈവമേ, ഞാൻ ഇവിടെ ഒറ്റയ്ക്കുള്ളപ്പോ ആരാ വന്ന് കഥയിന് മുട്ടുന്നത്? ആരുമില്ലേ ഇവിടെ? ആരായാലും എന്താ, കേറിപ്പോരെ. കാറ്റേ കാറ്റേ നീ പൂക്കാമരത്തിൽ പാട്ടും മൂളി വന്നോ, പാട്ടും മൂളി വന്നോ. ഞാലിപ്പൂം കദളി വാഴ പൂക്കളിലാകെ തേൻ നിറഞ്ഞോ, ആകെ തേൻ നിറഞ്ഞോ. മനസ്സിലായോ? മനസ്സിലായി. ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ എന്നെ മനസ്സിലായില്ലേ? എങ്കിൽ പറ, ഞാൻ ആരാ? അമ്മിക്കല്ല് കൊത്താമെന്ന അണ്ണാച്ചിയല്ലേ? അമ്മിക്കല്ല് കൊത്താമെന്ന അണ്ണാച്ചിന്റെ അച്ഛൻ. അമ്മ പറഞ്ഞതിനേക്കാൾ സുന്ദരിയാ നീ. ഹായ് മനുവേട്ടൻ, ഞാൻ കണ്ടിട്ടുണ്ട് ഇതിനു മുൻപ്. എന്നെയോ? എവിടെ വെച്ച്? സ്വപ്നത്തിൽ. വാട്ട് എ ഫൂളിഷ്നെസ് ഈസ് ദിസ്. ഞാനും കണ്ടിട്ടുണ്ട് നിന്നെ. സ്വപ്നത്തിലോ? അല്ല, ബ്ലൂടൂത്തിൽ. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. സത്യമായിട്ട് ഞാൻ കണ്ടതാ. തലവെട്ടിക്കയറ്റൊന്നുമല്ല, നല്ല ഒറിജിനൽ. ബാല 143. ബാല, ഞാനൊരു കുസൃതി ചോദ്യം ചോദിച്ചോട്ടെ? എന്താ? ഒരു പശു 10 മണിക്ക് പുല്ല് തിന്നുന്നു, മറ്റൊരു പശു 11 മണിക്ക് പുല്ല് തിന്നുന്നു. എങ്കിൽ ഏത് പശുവാണ് മുന്നേ ചാണകം ഇടുന്നത്? 10 മണിക്ക് തിന്നാലും 11 മണിക്ക് തിന്നാലും ഒരു പശു മുന്നിൽ ചാണകം ഇടില്ല, പിറകിൽ മാത്രമേ ചാണകം ഇടൂ. മിടുക്കി, ഞാൻ തോറ്റു. ബാല 143. എനിക്കറിയാം, ഈ 143 ഐ ലവ് യു എന്നല്ലേ? അല്ല, 143. ഒരു 141 രൂപ തരണം, ഞാൻ വന്ന് ആട്ടോയ്ക്ക് കൊടുക്കാനാ. അത് തരാം, പക്ഷെ മനുവേട്ടൻ എങ്ങനെ ഇവിടെ എത്തി? ആരും ആരും കാണാതെ വീടിന്റെ ഓടെല്ലാം നീക്കിയിട്ട് ലുങ്കിയിൽ തൂങ്ങിയിറങ്ങി ഞാൻ, ലുങ്കിയിൽ തൂങ്ങിയിറങ്ങി ഞാൻ.
ഈ നാട്ടുംപുറത്തെ പെണ്ണുങ്ങളുടെ ഒരു കാര്യം ബാല നീ എടുത്തു വാ. വേണ്ട മനുവേട്ട, ബാലവേല സർക്കാർ നിരോധിച്ചിരിക്കുക. ഒരു കുഴപ്പവുമില്ല. ഇന്ന് രാത്രി ഓട് വിളിച്ച് ഞാൻ നിന്റെ റൂമിൽ വരും. വേണ്ട മനുവേട്ട, ഞാൻ കഥക് തുറന്നിടാം. വേണ്ട, പഴമക്കാരുണ്ടാക്കി വെച്ച ആചാരങ്ങൾ നാമായിട്ട് എന്തിനാ തെറ്റിക്കുന്നത്? ഐ ആം മാൻ ഓഫ് ദ സീരിയസ്. നിന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് നിന്റെ ഈ മനുവേട്ടൻ മാത്രമായിരിക്കും. എന്താ അവിടെ ഒരു ബഹളം? അബേ, മനു, അമ്മയ്ക്കുള്ള കുഴമ്പ് കൊണ്ടുവന്നോ നീ? അമ്മയ്ക്ക് ഇത് എന്തിന്റെ കുഴമ്പ്? പൊട്ടൻ ചുക്കാതി കാലുവേദനയ്ക്ക് നല്ലതാ. തലേ പുരട്ടിയ ദഹനക്കേട് മാറും. ഒക്കെ ശരിയാക്കാം. ഇനി ഒരു മാസം ഞാൻ ഇവിടെ തന്നെ ഇല്ലേ? ഇനി ഞാൻ നിന്നെ എങ്ങോട്ടും വിടില്ല. അബേ, ജർമ്മൻ, ജപ്പാൻ, ജെറ്റ്ലി ജെറ്റ്ലിയോ? അല്ല, ഇറ്റലി, ഇവിടെയെല്ലാം പോയി എനിക്ക് വീണ്ടും പഠിക്കണം. പഠിക്കാം, എല്ലായിടത്തും പോയി പഠിക്കാം. അതിനു മുമ്പ് നീ ആ SSLC എന്ന് എടുത്തെടുക്കാൻ നോക്ക്. അതൊക്കെ പോട്ടെ, ബാലയെ കണ്ടോ നീ? ബാലയെ കണ്ടില്ല. വരുന്ന വഴിക്ക് ഒരു നാടകം കണ്ടു. ഇന്ന് വന്നേ കുട്ടി, ഞാൻ ഈ ബാലാമണിയുടെ കാര്യ പറഞ്ഞ്. സാധു ലേഡിയാ. സാധു വീഡിയോ? അല്ല, ഇവള് പാവാടാ. പാവാടയോ? അതല്ല, ഇവള് പാവമാന്ന്. എനിക്കൊരു സഹായത്തിന് ഈ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്കൊരു കൂട്ടം നിന്നോട് പറയാനുണ്ട്. പട്ടാമ്പിലുള്ള ശ്രീധര മേനോന്റെയും ലക്ഷ്മിഭായി തമ്പുരാട്ടിയുടെ മൂത്ത മകൾ ഹസീന ബിഗോമായി നിന്റെ കല്യാണം ഞാൻ ഉറപ്പിച്ചു. അവിടെ ഫോട്ടോ കാണ്ടേ നിനക്ക്? വരൂ കുട്ടിയെ. എന്തിനായിരുന്നു ഈ പാവം പൊട്ടി പെണ്ണിനെ സ്വപ്നം കാണിച്ചത്? എന്റെ കണ്ണീര് കാണാനോ? എന്നും കറണ്ട് പോകുമ്പോ കെടാണ്ട് മണ്ണെണ്ണ വിളക്ക് കത്തിച്ചത് ഇതിനായിരുന്നു. ഇനി ഞാൻ ഈ വിളക്ക് കത്തിക്കില്ല. Y una vez más se viene el pasito de la Martita. Número 2. ആരാ? Movete Martita, movete Martita, movete Martita, movete Martita. ആരാണെന്ന് പറയാവോ? പാൽക്കാരൻ പാൽക്കാരൻ അല്ല. പത്രക്കാരൻ ബാബു അല്ലേ അല്ല. ബസ് കണ്ടക്ടർ വിനയൻ. അല്ല. ഒരു ക്ലൂ തരാമോ? ആദ്യത്തെ അക്ഷരം ഉ, അവസാനത്തെ അക്ഷരം ഇൻ. ആ, ഉലകന്നൻ. ഉലകണ്ണ നിന്റെ അപ്പൻ. എടി, ഇത് ഞാനാ, നിന്റെ ഉണ്ണിയേട്ടൻ. അതായത് വേണുവേട്ടൻ. അവൾ ചിരിച്ചാൽ മുത്തു ചിതറും, ആ മുത്തു നക്ഷത്രമാകും. നീയൊക്കെ എന്നെ ഇവിടെ കിടന്നുണ്ട് കാണിക്കുന്നത്? അണ്ണാ കിണ്ണം സ്റ്റൈൽ. അതെ, നമ്മളെ സൗണ്ടുകാരന്റെ കയ്യിൽ നിന്ന് CD ചാടിപ്പോയതാ. ശരി, എങ്ങോട്ട് ചാടിപ്പോയെന്ന്? എങ്ങോട്ടും ചാടിപ്പോയതല്ല, CD ഇങ്ങനെ ആയിപ്പോയതാ. അതങ്ങ് ഞാൻ നേരത്തെ പറഞ്ഞൊക്കെ ഓർക്കുന്നുണ്ടല്ലോ. ഓ ഉണ്ട്, പടിഞ്ഞാറ് അറബിക്കടല്. നിങ്ങൾ നല്ല ഇടിയന്മാര്, ഞങ്ങൾക്ക് അറിയാമേ. നാടകം തുടരുന്നു. ഈ അമ്പലപ്പാട്ട് തറവാട്ടിലെ പഴയ അടിച്ചുതളിക്കാരി ജാനുവിന്റെ ഒരേ ഒരു മകൻ വേണു. വേണുവേട്ടൻ ഇത്രയും കാലം എവിടെയായിരുന്നു? ബോംബെ അധോലോകങ്ങളിൽ കഞ്ചാവ് വിറ്റും ചരസ് വിറ്റും കള്ളക്കടത്തിലൂടെ കോടീശ്വരനായി മാറിയ ബോംബെ അധോലോക ചക്രവർത്തി മെൻസിൻ ചാറ്റർജിയുടെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള ചെറിയ ഒരു ചായ്പിലായിരുന്നു എന്റെ താമസം. ഭയങ്കര കൊതുകാന്നേ. എന്നെ പറ്റിക്കരുത്. പണ്ട് എന്റെ അച്ഛൻ എന്നെ പാലൂട്ടി തേനൂട്ടിയാണ് വളർത്തിയത്. പാലൂട്ടി തേനൂട്ടി? നീ ഈ പറഞ്ഞ ഊട്ടിയിലും കൊടൈക്കനാലിലും ഒക്കെ ഞാൻ വലിയ വലിയ ബിസിനസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്ത് ബിസിനസ്? വേണുവേട്ടന്റെ അമ്മ. നിനക്കറിയോ, അതികഠിനമായ തണുപ്പുള്ള വേനൽ സമയത്ത് കോരിച്ചൊരുക്കുന്ന ചാട്ടിൽ മഴയത്ത് കയ്യിലൊരു പുഴയും എടുത്ത് തോർത്തിൽ കുളിക്കാൻ പോയ എന്റെ അമ്മ പിന്നെ തിരിച്ചു വന്നില്ല. അമ്മേ, ഉണ്ണി, എന്റെ പൊന്നമ്മേ. എന്നിട്ട് ആ അമ്മ എവിടെ പോയി? ആ കെട്ട കളവി ആരുടെ കൂടെയോ ഒളിച്ചോടി പോയി. വേണോ? എന്നെ അങ്ങനെ വിളിക്കരുത്. പണ്ട് പച്ചോണം തണ്ട് വെട്ടി പുല്ലാങ്കുഴലുണ്ടാക്കി ഊതുമ്പോൾ നിങ്ങൾക്ക് എന്നെ പുച്ഛമായിരുന്നു. ആ പുല്ലാങ്കുഴലുമായി ഞാൻ ബോംബെയിലേക്ക് വണ്ടി കയറി ബോംബെയിലെ തെരുവീഥികളിൽ ഊതി നടന്നു. സമ്പന്നനായി. ബോംബെയിലെ മാർവാടികൾ എനിക്കൊരു ഓമന പേരിട്ടു. എന്ത്? ഫ്ലൂട്ട് വേണു. എന്റെ പുല്ലാങ്കുഴലിലൂടെ അന്ന് ഞാൻ പാടിയ പാട്ട് ഒന്നുകൂടി പാടാം. അരുത്, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ വീടിന്റെ ഉമ്മറത്തിരുന്ന് തെറിപ്പാട്ട് പാടരുതെന്ന്. തെറിപ്പാട്ടല്ല, പിന്നെ തമിഴ് പാട്ടാ. അടികൊണ്ടു ബാലാമണി, ഈ അമ്പലപ്പാട്ട് തറവാട്ടിലെ വേലക്കാരിയെ ഞാൻ സ്വന്തമാക്കിക്കോട്ടെ? എനിക്കും ഒരുപാട് ഇഷ്ടമായി. മിഴികളിൽ നാണം, മൊഴികളിൽ നാണം, ഇതാകവേ നാണം.
നടയിലും നാണം നിലയിലും നാണം ഇതടിമൊടിയൊരു നാണം. മോഹം കൊണ്ടാൽ ഇന്നേത് പെണ്ണും പൂച്ചയെപ്പോലെ പതിയെ പതിയെ അത് പാൽപാത്രം കുടിച്ചു വറ്റിക്കും. അത് പാൽപാത്രം കുടിച്ചു വറ്റിക്കും. അണ്ണാ കിണ്ണം സ്റ്റാർ. അത് പാൽപാത്രം, അത് പാൽപാത്രം. ആശാനേ സീഡി വീണ്ടും ചതിച്ച് നാടകവും പൊളിഞ്ഞ് കമ്മറ്റിക്കാരും ഇളകി. ജീവൻ വേണമെങ്കിൽ ഓടിക്കോ. നിങ്ങൾ എല്ലാവരും കൂടി എങ്ങോട്ടാണ് ഓടുന്നേ? ഇവിടെ കിഴക്കോട്ടോടാതെ എല്ലാരും പടിഞ്ഞാറോട്ട് ഓടരാ. അണ്ണാ പടിഞ്ഞാറോട്ട് ഓടിക്കഴിഞ്ഞാൽ അവിടെ അറബിക്കടലല്ലേ? ഇവിടെ കമ്മിറ്റിക്കാർ ഇടികൊണ്ട് ചാവുന്നതിൽ ഭേദം അറബിക്കടലിൽ ഉപ്പ് വെള്ളം കുടിച്ച് മരിക്കുന്നതാടാ.